ഒരു വേർഡ് ഡോക്യുമെൻറ്റിലെ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം ലാൻഡ്സ്കേപ്പ് മോഡിൽ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. 5 പേജുള്ള ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഉള്ളത് പോർട്രേറ്റ് മോഡിലാണ്, അതായത് പേജിൻ്റെ നീളത്തിലാണ് ഡേറ്റ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഡോക്യുമെൻറ്റിലെ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം ലാൻഡ്സ്കേപ്പ് മോഡിൽ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് പേജിൻ്റെ വീതിയിൽ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഈ രണ്ടാമത്തെ പേജിലെ സെപ്പറേഷൻ എന്ന ഹെഡിങ് തുടങ്ങി ഈ പിക്ചർ വരെയുള്ള പോർഷൻ ലാൻഡ്സ്കേപ്പ് മോഡിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ഡോക്യുമെൻറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പോർഷൻ സെലക്ട് ചെയ്യാം. ലേഔട്ട് എന്ന ടാബിൽ പോവാം. ഇവിടെ പേജ് സെറ്റപ്പ് എന്ന ഗ്രൂപ്പിൻ്റെ റൈറ്റ് എൻഡിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പേജ് സെറ്റപ്പ് എന്നൊരു ഡയലോഗ് വന്നു. ഇവിടെ പേജിൻ്റെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻസ് കാണാം. പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുന്നു. ഇനി അപ്ലൈ ടു എന്ന ലേബലിന് നേരെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. സെലക്റ്റഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന പോർഷൻ്റെ മാത്രം ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷനാണിത്. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള ഒരു പേജിലേക്ക് വന്നാൽ കാണാം. ഇനി പേജിനെ തിരിച്ച് പോർട്രേറ്റ് മോഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ലേഔട്ട്, ഓറിയൻറ്റേഷൻ, പോർട്രേറ്റ്. വീണ്ടും ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് പോകാനായിട്ട് ഓറിയൻറ്റേഷൻ, ലാൻഡ്സ്കേപ്പ്. ഈ പിക്ചർ റീസൈസ് ചെയ്യണമെങ്കിൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. ഈ കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിച്ച് പിക്ചർ റീസൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന മറ്റൊരു ഓപ്ഷൻ കൂടെ നോക്കാം. ഉദാഹരണത്തിന് ഈ കാണുന്ന പിക്ചർ മാത്രം ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള ഒരു പേജിലേക്ക് കിട്ടാനായിട്ട് പിക്ചറിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ഈ ലൈനിൻ്റെ എൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഒരു സെക്ഷൻ ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി ലേഔട്ട് എന്ന ടാബിൽ ബ്രേക്സ്, സെക്ഷൻ ബ്രേക്സ്, നെക്സ്റ്റ് പേജ്. വീണ്ടും പിക്ചർ കഴിഞ്ഞിട്ട് വരുന്ന ഈ ലൈനിൻ്റെ ബിഗിനിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു സെക്ഷൻ ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ബ്രേക്സ്, നെക്സ്റ്റ് പേജ്. നോക്കുക, പിക്ചർ മാത്രമായിട്ട് ഒരു പേജിൽ നമുക്ക് കിട്ടി. ഇനി പേജിൻ്റെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ പേജിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലേഔട്ട്, ഓറിയൻറ്റേഷൻ, ലാൻഡ്സ്കേപ്പ്. പിക്ചർ റീസൈസ് ചെയ്യാനായിട്ട് പിക്ചറിൽ ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിച്ച് റീസൈസ് ചെയ്യാം.